കരം വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ആദ്യം കാണുന്നത്. ഇപ്പൊ ഇന്റർവെൽ ആയതുള്ളൂ സിനിമയുടെ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. അതുപോലെ ചോദിക്കും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷം എന്തിനാണ് റിവ്യൂ ഇടുന്നത്? ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷവും സിനിമയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് കമന്റ് ബോക്സിൽ നമ്മുടെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ ശേഷം റിവ്യൂ ഇടുന്നത്. വിനീത് ശ്രീനിവാസന്റെ സ്ഥിരം ഫോർമാറ്റുള്ളൊരു സിനിമയേ അല്ല. കാരണം ഇതിനകത്ത് നോബിൾ എന്ന് പറഞ്ഞൊരു അത്യാവശ്യം 3-4 സിനിമകളിൽ നായകനായിട്ടുള്ള കക്ഷിയാണ്. വലിയ പോപ്പുലർ അല്ല, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് പത്രശീല നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമാറ്റോഗ്രഫി, നല്ല ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഉണ്ട്. മനോജ് കെ ജയന്റെ ക്യാരക്ടറൊക്കെ നന്നായിട്ടുണ്ട്. വെളിയിൽ വെച്ചാണ്, വിദേശത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വിഷ്വൽസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിനൊരു നെഗറ്റീവ് ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് തോന്നിയത് ഒരു ഗ്രിപ്പിംഗ് അല്ല, എൻഗേജിങ്ങും അല്ല. നമുക്കറിയാം വർഷങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ ഹൃദയം, തട്ടത്തിൻ മറയത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത വിനീത് ശ്രീനിവാസനിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ചിത്രം എന്ന് പറയാം. പക്ഷെ എവിടൊക്കെയോ കണ്ടുമറന്ന പ്രമേയം എന്തിനൊക്കെയോ തിളയ്ക്കുന്നത് പോലെ തോന്നുന്നു. സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം നമുക്ക് പൂർണ്ണമായും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു വലിയൊരു നെഗറ്റീവ് നമ്മളെ ഒരു എൻഗേജ് ചെയ്യുന്ന രീതിയിലോ ഗ്രിപ്പിങ്ങിലോ അല്ല ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിച്ചിരിക്കും.